Good morning. So next we can see what is the accounting treatment of bonus issue. അപ്പോൾ ബോണസ് ഷെയർസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബോണസ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് either to make the partly paid up equity shares to fully paid up or to issue fully paid bonus shares to the existing shareholders. അതായത് കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവുന്ന സമയത്ത് ബോണസ് ഇഷ്യൂ രണ്ട് തരത്തിൽ നടത്താം. ഒന്നുകിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫുള്ളി ബോണസ് ഷെയർസ്, അതായത് ഇപ്പം ഓരോ 5 ഇക്വിറ്റി ഷെയർസിനും ഓരോ ബോണസായിട്ട് ഇഷ്യൂ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസ് ഉണ്ടെങ്കിൽ അത് ഫുള്ളി പെയ്ഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. മനസ്സിലായോ? ബോണസ് ഇഷ്യൂ നടത്താം. അപ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഈ രണ്ട് കേസിലും നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഫസ്റ്റ് കേസ് ഞാൻ പറയാൻ പോണത് ടു മേക്ക് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻ ടു ഫുള്ളി പെയ്ഡപ്പ്. അതായത് പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസ് ഫുള്ളി പെയ്ഡപ്പ് ആക്കാൻ വേണ്ടി ബോണസ് ഇഷ്യൂ നടത്തുകയാണെങ്കിൽ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക? എപ്പോഴും രണ്ട് കേസിലാണെങ്കിലും ഫസ്റ്റത്തെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതിൽ നിന്നാണ് ബോണസ് ഇഷ്യൂ നടത്തുന്നത്, അതായത് വെദർ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഫ്രീ റിസർവ്സ് ഓഫ് ദി കമ്പനി ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എപ്പോഴും അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ബോണസ് ഷെയർസിനുള്ള എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ എമൗണ്ട് റിക്വയർഡ് ടു മേക്ക് ദ ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ്. അപ്പോൾ രണ്ട് കേസിലാണെങ്കിലും ജേണൽ എൻട്രി ഇത് തന്നെയാട്ടോ വരിക. ഫസ്റ്റത്തെ എൻട്രി ഇപ്പോൾ റിസർവ്സ് ഓർ സർപ്ലസ് അക്കൗണ്ട് ഡെറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ബോണസിന് വേണ്ട എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുക, ഈതർ ഔട്ട് ഓഫ് ഫ്രീ റിസർവ്സ് ഓഫ് ദി കമ്പനി ഓർ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ സർപ്ലസ് ഓഫ് ദി കമ്പനി. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് ഫസ്റ്റത്തെ കേസിൽ ഞാൻ പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടാണ് ബോണസ് ഇഷ്യൂ നടത്തുന്നത്, ഈ പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസ് എന്താക്കാൻ പോവാണ്, ഫുള്ളി പെയ്ഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാർട്ട്ലി പെയ്ഡപ്പ് ഫുള്ളി പെയ്ഡപ്പ് ആക്കണമെങ്കിൽ ആദ്യം കോൾ മണി ഡ്യൂ ആവണം. ഡ്യൂ ആവുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച എൻട്രിയാണ് ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. നരേഷൻ ഫൈനൽ കോൾ മണി ഡ്യൂ ഓൺ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി, ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ക്യാഷായിട്ട് അവർക്ക് കമ്പനിക്ക് ക്യാഷായിട്ട് കിട്ടുന്നതിന് പകരം എന്ത് കിട്ടും, ഈ ബോണസ് ഷെയർസ് ആയിട്ട്. അതായത് പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസ് എന്താക്കി മാറ്റുക ചെയ്യുന്നത്, ഫുള്ളി പെയ്ഡപ്പ് ആക്കുക ചെയ്യുന്നത്. എങ്ങനെ? ബൈ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. അപ്പോൾ ജേണൽ എൻട്രി നമ്മൾ സാധാരണ എങ്ങനെയായിരുന്നു എഴുതാറ്, ഫൈനൽ കോൾ മണി റിസീവ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ എന്ന് എഴുതും. അതിന് പകരം ഇവിടെ എന്തെഴുതും, ഈ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്, ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. മനസ്സിലായോ? അപ്പോൾ രണ്ട് തരത്തിൽ ബോണസ് ഇഷ്യൂ നടത്താമെന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്ന് എപ്പോഴാണെന്ന് പറയുന്നത്, ഈ പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കാൻ വേണ്ടിയിട്ടും. രണ്ടാമത്തത് ഇപ്പോൾ ഫുള്ളി പെയ്ഡപ്പ് ആണെങ്കിൽ അവർക്കൊരു എക്സ്ട്രാ ഷെയർസ് കൊടുക്കുക, ഫുള്ളി ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കേസ് കഴിഞ്ഞ്. ഇനി സെക്കൻഡ് കേസ് എന്താണെന്നാണ് പറയുന്നത്, രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ്, വെൻ ഫുള്ളി ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ്. അതാണ് കേട്ടോ ഇവിടെ വരുന്നത്, വെൻ ഫുള്ളി പെയ്ഡ് ആണ്, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ്. അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ടു ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. അപ്പോൾ ആകെ രണ്ട് എൻട്രി മതി. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ബോണസ് കൊടുക്കാനുള്ള എമൗണ്ട് കണ്ടെത്തുക. ഞാൻ പറഞ്ഞല്ലോ എല്ലാ കേസിലും ഈ ഫസ്റ്റത്തെ ജേണൽ എൻട്രി സെയിം ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബോണസിനുള്ള എമൗണ്ട് ഒന്നുകിൽ ഫ്രീ റിസർവ്സ് എടുക്കും, അല്ലെങ്കിൽ സർപ്ലസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കേട്ടോ. അപ്പോൾ റിസർവ്സ് ഓർ സർപ്ലസ് അക്കൗണ്ട് ഡെറ്റ് ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഈ ഫസ്റ്റത്തെ ജേണൽ എൻട്രി ഈ കേസിലാണെങ്കിലും യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. കാരണം ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള എൻട്രിയാണ്, ബോണസ് പ്രൊവൈഡ് ചെയ്യാനുള്ള എൻട്രിയാണ്. ഏതിൽ നിന്നാണ് നിങ്ങൾ ബോണസ് ഇഷ്യൂ നടത്താൻ വേണ്ടിയിട്ട് എമൗണ്ട് കണ്ടെത്തുന്നതെന്ന് അറിയാനാണ്. ഓക്കെ, അപ്പോൾ ഡിക്ലറേഷൻ ഓഫ് ബോണസ് ഔട്ട് ഓഫ് ഏതാണ് നോക്കുക, ഫ്രീ റിസർവ്സിൽ ഏതാണെന്ന് വെച്ചാൽ അത് എഴുതാം, ഓർ പ്രോഫിറ്റ്സ്. ഈ ഫ്രീ റിസർവ്സ് തന്നെ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഏതൊക്കെ കേസസിലാണ് ഏതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ്. ബോണസ് ഇഷ്യൂ നടത്താൻ വേണ്ടി ഏതെല്ലാം റിസർവ്സ് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് ശരിക്കും പഠിച്ചു വെക്കണം. ഏതൊക്കെ റിസർവ്സ് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല, ക്യാപിറ്റൽ റിസർവ്സ് ഒന്നും നമ്മൾ യൂട്ടിലൈസ് ചെയ്യില്ല. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, അതായത് റീവാല്യൂഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്, റിസർവ്സ് ക്രിയേറ്റഡ് അറ്റ് ദാറ്റ് ടൈം ഇറ്റ് ഇസ് നോട്ട് യൂട്ടിലൈസ്ഡ് ഫോർ ബോണസ് ഇഷ്യൂ. ഓക്കെ, ഇനി ബോണസ് ഇഷ്യൂ ചെയ്താൽ മതി. ബോണസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. പാറിനാണ് നിങ്ങൾ ബോണസ് ഇഷ്യൂ നടത്തുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റലിന് മാത്രം മതി.
ഇനിയിപ്പോൾ നിങ്ങൾ പ്രീമിയത്തിനാണ് നടത്തുന്നതെങ്കിലോ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. അപ്പോൾ എപ്പോഴും ചിലപ്പോൾ പാറിനാവാം, ചിലപ്പോൾ പ്രീമിയത്തിനാവും. അതിനനുസരിച്ചിട്ട് ഇവിടെ ചെറിയൊരു വ്യത്യാസം വരും. പാറിനാണെങ്കിൽ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് മാത്രം മതി. അല്ലെങ്കിൽ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം എന്നും കൂടെ എഴുതാം. ഓക്കെ, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ഇത്ര മാത്രമേ നിങ്ങൾക്ക് ബോണസ് ഇഷ്യൂവിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ജേണൽ എൻട്രീസ് നന്നായി മനസ്സിലാക്കി ബൈഹാർട്ടാക്കി വെക്കുക. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. X Limited with a paid up share capital of rupees 5 lakh divided into shares of rupees 10 each fully paid had resolved to capitalize, resolved ആണ് സ്പെല്ലിംഗ് വേണം നോക്കിക്കോളൂ, resolved to capitalize rupees 80,000 of accumulated reserves of rupees 1,25,000 by issuing bonus shares of rupees 10 each fully paid. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. കമ്പനീൻ്റെ എക്സിസ്റ്റിംഗ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം അതെങ്ങനെയാണ് വന്നത് എന്നാണ് പറയുന്നത്? 50,000 ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച്. അതാണ് ഡിവൈഡഡ് ഇൻ ടു എന്താ പറയുന്നത് ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച് എന്ന് പറഞ്ഞാൽ 50,000 ഷെയർസ് ഓഫ് 10 ഈച്ചാണ് കമ്പനീൻ്റെ എക്സിസ്റ്റിംഗ് ഷെയർ ക്യാപിറ്റൽ. ഇപ്പം കമ്പനി എന്താ റെസൊല്യൂഷൻ എടുത്താൽ അറിയാം, കമ്പനി മീറ്റിംഗ്സ് റിസോൾവ് എന്നുള്ള മീനിങ് അത്രയേ ഉള്ളൂ കേട്ടോ. കമ്പനി റെസൊല്യൂഷൻ മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ എടുക്കുക എന്ന് പറയും. റിസോൾവ് ടു ക്യാപിറ്റലൈസ് 80,000 ഓഫ് അക്യുമുലേറ്റഡ് റിസർവ്സ്. അതായത് ടോട്ടൽ അക്യുമുലേറ്റഡ് റിസർവ്സ് ഓഫ് ദി കമ്പനി എന്ന് പറയുന്നത് 1,25,000 ഉണ്ട്. ഈ 1,25,000 കമ്പനി എത്രയാണ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പോണത്? 80,000 റുപ്പീസ്. എങ്ങനെയാണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്? ബൈ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഏതാ കേസ്? പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കുകയാണോ അല്ലെങ്കിൽ ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണോ? ഈ ഒറ്റയടിക്ക് ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ നമുക്കറിയാം പാർട്ട്ലി പെയ്ഡ് ഒന്നുമല്ല, ഫുള്ളി പെയ്ഡ് ഷെയർസ് ആണ്. അപ്പോൾ ഫുള്ളി പെയ്ഡപ്പ് ബോണസ് ഇഷ്യൂ നടത്താൻ പോവുക. ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഇഷ്യൂ, ബോണസ് ഷെയർസ്. അപ്പോൾ 2 ജേണൽ എൻട്രി മാത്രം മതി. ആദ്യം നിങ്ങൾ ഏത് എമൗണ്ടാണ് ബോണസ് ഇഷ്യൂവിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അക്യുമുലേറ്റഡ് റിസർവ്സ് 1,25,000 ഉണ്ട്. അതിൽ 80,000 ആണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ 80,000 എടുത്തിട്ടാണ് ബോണസ് ഇഷ്യൂ നടത്താൻ പോണത്. ഓക്കെ, അപ്പോൾ റിസർവ്സ് അക്കൗണ്ട് ഡെറ്റർ 80,000 ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ഡിക്ലറേഷൻ ഓഫ് ബോണസ് ഔട്ട് ഓഫ് റിസർവ്സ്. ഇനി ബോണസ് ഇഷ്യൂ നടത്തിക്കോളൂ. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ വരും? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. കാരണം ഇവിടെ ടു പ്രീമിയം എന്ന് വേണ്ട, കാരണം പ്രീമിയത്തിനല്ല ഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച്. പാറിനാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ബോണസ്. മനസ്സിലായല്ലോ? അപ്പോൾ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 80,000. നരേഷൻ ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇനി ഒരൊറ്റ പ്രോബ്ലം കൂടെ ഞാൻ ചെയ്തുതരാം, ബാക്കി നമുക്ക് നാളെ എടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മതി. അപ്പോൾ ഇതിൽ വായിക്കുന്ന ശ്രദ്ധിക്കുക. എ ലിമിറ്റഡ് ഹാഡ് എ ഷെയർ ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 20 lakh ഇൻ ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 ആസ് ഫുള്ളി പെയ്ഡ് അപ്പ്. അതായത് കമ്പനീൻ്റെ എക്സിസ്റ്റിംഗ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്ര ഉണ്ട്? 20 lakh ഉണ്ട്. ഒരു ഷെയറിൻ്റെ വാല്യൂ 10 ആണ്. അതായത് 2 lakh ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച്. Then company now declares bonus out of its free reserves of rupees 8 lakh. അപ്പോൾ കമ്പനി ഇപ്പോൾ ഡിസൈഡ് ചെയ്തതാണ് ബോണസ് ഇഷ്യൂ നടത്താമെന്ന്. അതിനുവേണ്ടി കമ്പനീൻ്റെ കയ്യിൽ ഫ്രീ റിസർവ്സ് ഉണ്ട് 8 ലക്ഷം രൂപയ്ക്ക്. ഓക്കെ, ദിസ് ബോണസ് ഇസ് ടു ബി പെയ്ഡ് ബൈ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് റുപ്പീസ് 2 per ഷെയർ. ഇനി എങ്ങനെയാണ് കമ്പനി ബോണസ് ഇഷ്യൂ നടത്തുന്നതെന്ന് അറിയോ? ബൈ ഇഷ്യൂയിങ് ഇക്വിറ്റി ഷെയർസ് അറ്റ് എ പ്രീമിയം ഓഫ് റുപ്പീസ് 2 per ഷെയർ. ഓക്കെ, അപ്പോൾ പ്രീമിയത്തിനാണ് ബോണസ് ഇഷ്യൂ. അപ്പോൾ ഇനി ബോണസ് എത്ര ഓരോ ഷെയർ ഹോൾഡേഴ്സിന് എത്ര കിട്ടും എന്നുള്ളതാണ് അടുത്ത ലൈനിൽ പറയുന്നത്. ഫോർ എവറി 4 ഷെയർസ് ഹെൽഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറയുന്നത്. അതായത്
ഓരോ 4 ഇക്വിറ്റി ഷെയറിനും ഓരോ ബോണസ് വീതമാണ് കിട്ടുക, ബോണസ് ഷെയർ വീതം കൊടുക്കുന്നതാണ് പറയുന്നത്. അതായത് ഞാനിപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഒരു 20 ഇക്വിറ്റി ഷെയർസ് ഉണ്ടെങ്കിൽ എനിക്ക് എത്ര കിട്ടും? ഓരോ 4 ഇക്വിറ്റി ഷെയർസിനും ഓരോരോ ബോണസ് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ 20 ഉണ്ടെങ്കിൽ 20 × 1/4, അതായത് 5 ബോണസ് ഷെയർ എനിക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ദ ഷെയർസ് ആർ കോട്ടഡ് at ₹15 on the date of allotment of bonus shares. ഗിവ് ജേണൽ എൻട്രീസ്. അത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നിട്ടുള്ള സെൻറ്റൻസ് ആണ്. അത് നമുക്കിവിടെ ഇറെലവൻ്റ് ആണ്. കാരണം ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഷെയറിൻ്റെ മാർക്കറ്റ് റേറ്റ് 15 ആണ്. അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ നമുക്ക് ഈ പ്രോബ്ലത്തിൽ? ഇല്ല. അപ്പോൾ പ്രൈസ് കോട്ടഡ് ഇൻ ദി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് കൺസിഡേർഡ് വൈൽ റൈറ്റിംഗ് ദ ജേണൽ എൻട്രീസ്. കാരണം കമ്പനി എപ്പോഴും ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് എത്രയ്ക്കാണെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം ഓഫ് ₹2. ഓക്കെ. അപ്പം ആദ്യം നിങ്ങൾ എന്താ അറിയുക ചെയ്യേണ്ടത്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോ 4 ഇക്വിറ്റി ഷെയറിനും ഒരു ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം എത്ര ബോണസ് ഇഷ്യൂ നടത്തണം എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പോൾ വർക്കിംഗ് നോട്ടിലേക്ക് വരിക. നമ്പർ ഓഫ് ബോണസ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഫോർ എവറി 4 ഇക്വിറ്റി ഷെയർസ് 1 ബോണസ് ഷെയർ ഇസ് ഇഷ്യൂഡ്. അപ്പോൾ നമ്മളെടുത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ്? കമ്പനീൻ്റെ 2 lakh ആണ്. അപ്പോൾ 2 lakh ഇക്വിറ്റി ഷെയർസിന് എത്ര നമ്പർ ഓഫ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കുക. സോ 2 lakh ഇക്വിറ്റി ഷെയർസ്, ദ നമ്പർ ഓഫ് ബോണസ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2 lakh × 1/4, 50,000. മനസ്സിലായി? അപ്പോൾ നമ്മൾ കമ്പനി എത്ര ഇക്വിറ്റി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യണം? 50,000. ഇനി എത്ര എമൗണ്ട് നീഡഡ് ടു ഇഷ്യൂ 50,000 ബോണസ് ഷെയർസ്? എത്ര വേണം എന്നുള്ളത് കണ്ടുപിടിക്കുക. ഒരു ബോണസ് ഷെയർ എത്രയ്ക്കാണ്? ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം ഓഫ് ₹2. അതായത് ഒരു ബോണസ് ഷെയറിൻ്റെ വാല്യൂ 12 ആണ്. അപ്പോൾ 50,000 ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഇത് എമൗണ്ട് നീഡഡ് എന്ന് പറയുന്നത് എത്രയാണ്? 50,000 × 12, 6 lakh. മനസ്സിലായല്ലോ? അപ്പോൾ കമ്പനിക്ക് ബോണസ് ഇഷ്യൂ നടത്താൻ വേണ്ടിയിട്ട് വേണ്ട ടോട്ടൽ എമൗണ്ട് റിക്വയർഡ് എന്ന് പറയുന്നത് എത്രയാണ്? 6 lakh. പക്ഷേ കമ്പനീൻ്റെ ഫ്രീ റിസർവ്സിൽ എത്ര ഉണ്ടെന്ന് കൃത്യമായി പറയുന്നുണ്ട്. 8 ലക്ഷം രൂപ ഉണ്ട്. അതിൽ നിന്ന് ഒരു 6 ലക്ഷം എടുത്ത് നിങ്ങൾ ബോണസ് ഇഷ്യൂ നടത്തിക്കോളൂ, നോ പ്രോബ്ലം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് എൻട്രി ഡിക്ലറേഷൻ ഓഫ് ബോണസ് ഔട്ട് ഓഫ് ഫ്രീ റിസർവ്സ് ആണ്. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക? റിസർവ്സ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ് എമൗണ്ട് നീഡഡ് ഫോർ ബോണസ് ഇഷ്യൂ? 6 lakh. അപ്പോൾ റിസർവ്സ് അക്കൗണ്ട് ഡെറ്റർ 6 lakh ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് 6 lakh. ഓക്കെ. അപ്പോൾ ഡിക്ലറേഷൻ ഓഫ് ബോണസ് ഔട്ട് ഓഫ് റിസർവ്സ് ഓഫ് ദി കമ്പനി. ഇനി ബോണസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തോളൂ. അപ്പോൾ എങ്ങനെയാണ് വരിക? പ്രീമിയത്തിനാണ് കൊടുക്കുന്നത്, ശ്രദ്ധിക്കണം. അപ്പോൾ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 6 lakh ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര നമ്പർ ആയിരുന്നു? 50,000. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഫേസ് വാല്യൂ 50,000 × 10, 5 lakh. ടു സെക്യൂരിറ്റീസ് പ്രീമിയം 50,000 × 2, 1 lakh. മനസ്സിലായല്ലോ? അപ്പോൾ ബോണസ് ഇഷ്യൂ നടത്തി. ഇതിന് നരേഷൻ കൊടുക്കേണ്ടത് എന്താണ്? ഇഷ്യൂ ഓഫ് 50,000 fully paid bonus shares of ₹10 each at a premium of ₹2 per share. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.